എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. എല്ലാവരുടെയും സ്വരമുയർത്തും നാവുകളെ സ്വതന്ത്രമാക്കി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളെ നെഞ്ചോട് ചേർക്കാം, കരങ്ങളെ നെഞ്ചോട് ചേർത്ത് മനസ്സിനെ ശാന്തമാക്കാം. 103-ാം സങ്കീർത്തനം തിരുഹൃദയത്തിന്റെ ആ ശ്രേഷ്ഠമായ ഭാവങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തെ വിളിച്ചോതുന്ന ആ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം ഇതാ 103-ാം സങ്കീർത്തനത്തിലൂടെ ആ ദൈവസ്നേഹത്തെ കുറിച്ച് അതാ പാടി ആരാധിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നു നീ മറക്കരുത്. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകേണ്ടതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. എന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം പറയും, തിരുവചന പ്രകാരം നമ്മെ ഓർമ്മപ്പെട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അതെ, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കരങ്ങൾ കൂപ്പാം, ഒന്നു ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതി കൊടുക്കാം പരസ്പരം. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, സഭയിലെ ഈ ദിവ്യഹൃദയ വണക്കം അത് ആരംഭിച്ചത് 1700-കളിലാണ്. അത് മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ കർത്താവിന്റെ സ്നേഹം ആ സഹോദരിക്ക്, സന്യാസിനി സഹോദരിക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊരു സമയത്താണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ മാത്രമാണ് ദൈവത്തെ വിളിക്കുക, അല്ലേ? എല്ലാം കംഫർട്ടബിൾ ആയിട്ട് പോകുകയാണെങ്കിൽ ആരെങ്കിലും ദൈവത്തെ വിളിക്കും. എല്ലാം സുഖകരമായി പോകുമ്പോൾ ആരും കർത്താവിനെ വിളിക്കുകയല്ല. അപ്പോ ഈ ഹൃദയത്തെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കാൻ തീരുമാനമായി. എന്നാൽ ഈ ഹൃദയത്തെക്കുറിച്ച് നേരത്തെയുള്ള ചിന്തകളാണ്. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകത്തിലേ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ
മനുഷ്യന്റെ ചിന്തയും ഭാവനയും അത് സുഖകരമല്ല എന്ന് ദൈവം കണ്ടു. മനുഷ്യന്റെ ചിന്തയും ഭാവനയും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു. ദൈവം എല്ലാം നല്ലതായി കണ്ട്, എല്ലാ സൃഷ്ടിയും നല്ലതായി കണ്ട ദൈവം ഒരു സമയത്ത് പരിതപിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നറിയാമോ? അത് മനുഷ്യന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. കാരണം എല്ലാം സുഖകരമായി പോയപ്പോൾ അവന്റെ ചിന്തയും ഭാവനയും വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് ദൈവം ദുഃഖിക്കുകയാണ്. അത് ഉൽപ്പത്തി മുതൽ കാൽവരി വരെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ കാൽവരി വരെ കർത്താവിന്റെ സ്നേഹത്തെ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹോസിയാ പ്രവാചകന്റെ പുസ്തകം റിപ്പീറ്റഡ്ലി ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണല്ലേ. വചനം പറയുന്നു, അതെ, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്നു, എൻ്റെ ഹൃദയം നിനക്കായി വിങ്ങിപ്പൊട്ടുകയാണ്, നിന്നെക്കുറിച്ചോർത്ത് എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് ദൈവമായ കർത്താവ് പറയുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ തിരുവചന വായനകളൊന്നും തന്നെ മനുഷ്യൻ ഗ്രഹിക്കാത്തത് കൊണ്ട്, പരിശുദ്ധ വചനം, വിശുദ്ധ ഗ്രന്ഥം, തിരുവചനങ്ങൾ മനുഷ്യൻ ഗ്രഹിക്കാത്തത് കൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവമായ കർത്താവ് ചിലരെ നിയോഗിക്കുകയാണ്. 1938 ഒരു സന്യാസിനി മറ്റൊരു കാര്യം കൂടെ വെളിപ്പെടുത്തി. അത് സിസ്റ്റർ ഫൗസ്റ്റീന വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെ അതിനു മുൻപായിട്ട് അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. എന്നാൽ മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ ആ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് അത് കൃത്യമായി പഠിപ്പിച്ച് സഭ അത് പ്രബോധനമായി അത് രേഖപ്പെടുത്തി അത് പഠിപ്പിച്ചപ്പോൾ എല്ലാവരെയും ആഹ്വാനം ചെയ്തത് ദിവ്യകാരുണ്യത്തിലേക്കായിരുന്നു. തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം പോകുന്നത് ദിവ്യകാരുണ്യത്തിലേക്കാണ്. കാരണം എനിക്കായി നിനക്കായി ഇന്നും വിങ്ങിപ്പൊട്ടുന്ന ഒരു ഹൃദയം ഈ ഭൂമിയിലുണ്ട്. ആ സന്യാസിനി പ്രാർത്ഥിക്കുമ്പോൾ മുഴുവനും മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ പാപങ്ങളെ കുറിച്ചോർത്ത് വേദനിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം. ആ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുമ്പോൾ ഈ സന്യാസിനിക്ക് മനസ്സിലാകുന്നില്ല. സഭയിലെ സുപ്പീരിയേഴ്സിനോട് പറഞ്ഞു, കൂടെയുള്ള സിസ്റ്റേഴ്സിനോട് പങ്കുവെച്ചു, അവർ ഒന്നും മനസ്സിലാക്കിയില്ല. എന്നാൽ കുമ്പസാരക്കാരനായിട്ടൊരു വൈദികൻ ക്ലോഡ് ദേ ലാ കൊളംബിയർ, ഒരു ഈശോ സഭ സന്യാസിയാട്ടോ, ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ്. ആ അച്ഛനോടാണ് ഈ സന്യാസിനി പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെക്കുമ്പോൾ ഈ അച്ഛൻ അത് ഡിസേൺമെന്റ് നടത്തി. എന്താണ്? വിവേചിച്ചറിയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ നമ്മുടെ ചിന്തയിൽ വരുന്ന ആലോചനകളെ, നമ്മുടെ ഉദ്യമങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ആ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിവേചിച്ചറിയുക. ആ വിവേചിച്ചറിഞ്ഞപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, അതെ, തീർച്ചയായിട്ടും കർത്താവിന്റെ അഗാധമായ സ്നേഹം നിനക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മനുഷ്യരെ പ്രതി, മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മോട് ഓരോരുത്തരോടുമുള്ള സ്നേഹത്തെ പ്രതി സ്വയം ഉരുകിത്തീരുന്ന തന്റെ സ്നേഹം വെളിപ്പെടുത്താനും, ആ ഉരുകിത്തീരുന്ന സ്നേഹം വെളിപ്പെടുത്താനും ബാക്കിയൊന്നും മാറ്റിവെച്ചിട്ടില്ല, ഒന്നിനും വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. അത് നമ്മുടെ ഹൃദയം, അവിടുത്തെ ഹൃദയം നമുക്ക് വേണ്ടിയാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അതിനുശേഷം ഈ ഈശോസഭ സന്യാസികളായിരുന്നു ആദ്യകാലഘട്ടത്തിലൊക്കെ ഈ തിരുഹൃദയ ഭക്തി ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. ഭാരതത്തിലും അതെ. പക്ഷെ എന്നാൽ എവിടെയൊക്കെയോ മാറി മാറി വരുന്ന പഠനങ്ങളും പല ചിന്താഗതികളൊക്കെ സഭയിൽ വന്നു ചേർന്നപ്പോ ഈശോസഭ വൈദികർ അതിനോടുള്ള വലിയൊരു പ്രചരണം ഇല്ലാതാക്കി മാറ്റി. അപ്പോഴാണ് നമ്മൾ ധന്യൻ അച്ഛൻ ഈ ഒരു ഭക്തിയെ പ്രചരിപ്പിക്കാനായിട്ട് സ്വയം മുന്നോട്ട് വരികയും കേരള സഭയിൽ ഈശോയുടെ ദിവ്യഹൃദയത്തെ പരസ്യപ്പെടുത്താനും ആ വണക്കത്തെ പ്രചരിപ്പിക്കാനും അതിന്റെ ശ്രേഷ്ഠത തുടർന്നും അത് പഠനം നടത്തിക്കൊണ്ടുപോകുവാനുമായിട്ട് ഒരു സന്യാസ സമൂഹത്തെ തെരഞ്ഞെടുക്കുകയും ആ സന്യാസിനി സമൂഹമാണ് ഇന്ന് നമുക്കായി ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി ഈ ഒരു ആരാധനയും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഈ ദിവ്യഹൃദയത്തെ കുറിച്ചുള്ള ഒരു അറിവും നമുക്ക് നൽകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ നോക്കുക, അപ്പൊ ഇന്നും അത് തുടർന്നു കൊണ്ടുപോവുകയാണ്. തുടരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത് അവർക്ക് കിട്ടിയ ഒരു വിളിയാണ്. ദൈവം തെരഞ്ഞെടുത്ത്
ഈ തിരുഹൃദയ സന്യാസ സമൂഹത്തെ തെരഞ്ഞെടുത്ത് ഓരോ വ്യക്തിയെയും തെരഞ്ഞെടുത്ത് ഇത് പ്രചരിപ്പിച്ച മതിയാകൂ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഈ ലോകം മുഴുവൻ അറിയണം. അവന്റെ പിളർക്കപ്പെട്ട ഹൃദയം അടയാളമായിട്ട് കണ്ടുകൊണ്ട് അവന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ഈ ഒരു സന്യാസന ഈ സമൂഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നോക്കുക, അങ്ങനെ 1673 വെളിപ്പെടുത്തപ്പെട്ട ഈ സ്നേഹം സഭയിലെ ഒരു പഠനമായും അത് സാർവത്രികമായും അതിനെ അംഗീകരിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്നും വരുന്നത് 1899 ഓർക്കണം. ഒരുപാട് കാലം കഴിഞ്ഞു. ഈ പഠനമൊക്കെ വന്നിട്ട് 1899 ലിയോ 13 മാർപ്പാപ്പയാണ് ഔദ്യോഗികമായിട്ട് ലോകം മുഴുവനെയും യേശുവിന്റെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. അന്ന് ഈ ദിവ്യഹൃദയം എന്നത് യേശുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ വ്യക്തമായ പ്രതീകമാണെന്ന് കേട്ടോ. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ വ്യക്തമായ പ്രതീകമാണ്, അടയാളമാണ്. അത് നമ്മെ തിരികെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ പറയാമോ? അപ്പൊ യേശുവിന്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കുമ്പോൾ, അതിനെ വണങ്ങുമ്പോൾ ഓർക്കണം, അത് എന്നെ തിരികെ സ്നേഹിക്കാൻ. ഇന്നത്തെ ധ്യാന ചിന്ത അതാണ്, ഈ ദിവസത്തിന്റെ ധ്യാന ചിന്ത അതാണ്. സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് ഈ ദിവ്യഹൃദയം നമ്മെ വിളിക്കുകയാണ്. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരോടുമുള്ള പകയോ വെറുപ്പോ ഒക്കെ മാറ്റിവെക്കേണ്ടതിന്റെ ആവശ്യകത. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോ ലിയോ 13 മാർപ്പാപ്പ തിരികെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കാൻ. തിരികെ നമ്മൾ സ്നേഹിച്ചേ മതിയാകും. ദൈവം നമ്മെ സ്നേഹിക്കും. തീർച്ചയായിട്ടും തിരികെ ആരെ സ്നേഹിക്കുന്നല്ലേ? വ്യക്തികളെ ആയിക്കൊള്ളട്ടെ, വസ്തുക്കളായിക്കൊള്ളട്ടെ, ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക, അതല്ല കർത്താവിന്റെ സ്നേഹം പഠിപ്പിക്കാം. തിരികെ സ്നേഹിക്കാൻ. എത്രമാത്രം സ്നേഹിക്കണം? എത്രത്തോളം എത്താമോ അത്രമാത്രം. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. പയസ് 11 മാർപ്പാപ്പ അദ്ദേഹം ഈ ഒരു ദിവ്യഹൃദയത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയതും ലോകത്തിന് മുൻപ് പറഞ്ഞു കൊടുത്തിങ്ങനെയാണ്, പരിഹാര പ്രവർത്തികളുടെ ആവശ്യകതയാണ് ഈ ദിവ്യഹൃദയം നമ്മെ വിളിച്ചപേക്ഷിക്കുന്നത്, വിളിച്ചോതുന്നത് അല്ലെ? ദിവ്യഹൃദയം, യേശുവിന്റെ ദിവ്യഹൃദയം നമ്മോട് പറയുന്നതാണ്, പരിഹാര പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇന്ന് ഈ സന്യാസിനി സമൂഹത്തിൽ സിസ്റ്റേഴ്സ് ഇവിടെ ഇരുന്ന് നിങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അവർ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ദിവസം ഒരുക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ചുമ്മാ വന്നിരിക്കുന്നതല്ല. ഒരുപാട് പരിഹാര പ്രവർത്തികളിലൂടെ അവർ സ്വയം സമർപ്പിച്ച്, ഈ ദിവസങ്ങളിലൊക്കെ അവരുടെ കോൺവെന്റുകളിൽ 13 മണിക്കൂർ ആരാധനയൊക്കെ സംഘടിപ്പിച്ച് അവരിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിഹാര പ്രവർത്തി ചെയ്ത്. ചില ദിവസങ്ങളിൽ ഉപവസിച്ച് അല്ലെ, ഉപവസിച്ച് അങ്ങനെ നോമ്പ് നോറ്റ്, അങ്ങനെയാണ് ഈ പരിഹാര പ്രവർത്തികളിലൂടെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ സംഘടിപ്പിക്കുന്നതൊക്കെ. അപ്പം ഇതൊരു ആഹ്വാനമാണ്. ദിവ്യഹൃദയം, യേശുവിന്റെ ദിവ്യഹൃദയം നമ്മെ ക്ഷണിക്കുന്നത് പരിഹാര പ്രവർത്തികളുടെ ആവശ്യകത. അതെന്തിനെന്നാ അറിയാതെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ അവിടുത്തെ സ്നേഹിച്ചേ മതിയാകൂ. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. പാപ്പ ഫ്രാൻസിസ് പാപ്പ അവസാനം എഴുതിയ ഒരു അപ്പസ്തോലിക് എക്സോർട്ടേഷൻ, അപ്പസ്തോലിക പ്രബോധനം, അതെ, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. മനോഹരമായ ഒരു കൃതി. അതിൽ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് എപ്രകാരമാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വേണ്ടി തുടിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ്പ പഠിപ്പിച്ച പഠനങ്ങളിൽ നിന്നും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ചില ചിന്തകൾ ഇന്ന് അഗാധമായി സ്നേഹിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളതാണ്. ഹല്ലേലൂയ. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്നാ ചെയ്യും? വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു കയ്യർത്തിയാണ് വാട്സാപ്പ്. അയ്യോ, ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. എന്റെ അമ്മേ, എല്ലാവരും ഉണ്ട്, എല്ലാവരും. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു മനുഷ്യനാകാം, ഒരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾ എന്താ മറുപടി കൊടുക്കാൻ? ഞാൻ ഉള്ള സ്കൂളിൽ ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഈ സ്റ്റേറ്റ് സിലബസിന്റെ. അപ്പൊ അതിലെ കുഞ്ഞുമക്കളുണ്ട്. കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ ഈ KG സെക്ഷൻ, അവിടെ തന്നെ 500 പിള്ളേരുണ്ട്. 500 പിള്ളേർ. നിങ്ങളൊക്കെ എപ്പോ കണ്ടാലും ഇങ്ങനെ വരും, കൈ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരും. മനസ്സിലാവുന്നുണ്ട് ഈ അടയാളം അല്ലേ? ഹാർട്ടിന്റെ അടയാളം, ഹൃദയത്തിന്റെ അടയാളം. അപ്പൊ നമ്മളെല്ലാവർക്കും മെസ്സേജ് വന്ന് നമ്മൾ തിരിച്ചയക്കുന്ന ഹാർട്ട് അല്ലേ? ഉണ്ടല്ലോ അല്ലേ? എപ്പോഴെങ്കിലും ഹാർട്ട് അയച്ചിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ഹാർട്ട് അയച്ചിട്ടുള്ള ഒരു ഹാർട്ട്. അപ്പൊ എല്ലാവരും തന്നെ ഹാർട്ടിനെ കുറിച്ച് അറിയാം. അതെന്താ അർത്ഥം?
ചിലപ്പോ ഒരു മുഖത്തിന് ചുറ്റും ഹാർട്ട് അല്ലേ, ഇവിടെ ഒരു ഹാർട്ട്, ഒരു മുഖത്തിന് ഫേസിന് ചുറ്റും. എന്താണ് അർത്ഥം? അത്ര ഇഷ്ടമാണ്, അത്ര സ്നേഹമാണ്. ഹൃദയത്തിന്റെ കൾച്ചറാണിത് നമ്മുടെ ഈ കാലഘട്ടം. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു ഇന്നയാള് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലാണ്, സ്ട്രോക്ക് അല്ലേ, ഇത്ര ബ്ലോക്ക് ഉണ്ട് ഹൃദയത്തിലല്ലേ, ഇതൊക്കെ പറയാം. അപ്പൊ ഹൃദയത്തിന്റെ കൾച്ചറായി. ആ ഹൃദയത്തിന്റെ കൾച്ചറിലേക്കാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. യേശുവിന്റെ ഹൃദയം എപ്രകാരമായിരിക്കുന്നത് ധ്യാനചിന്ത ഇതാണ്. യേശുവിന്റെ തിരുരക്തത്തിലോ അവന്റെ ഹൃദയത്തിലോ പ്രതികാരമില്ല. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരം ഉയർത്തി ഒന്ന് കണ്ണടച്ച്, വലതുകരം ചെറുതായിട്ട് ഉയർത്തിയാൽ മതി, വലിയ ഉയർത്തണോ? ഓക്കെ. നമ്മുടെ ഉള്ളിൽ ആരോടാണ് പകയുള്ളതെന്ന് നോക്കിക്കുക. നമ്മുടെ ഉള്ളിൽ ആരോടാണ് വൈരാഗ്യമുള്ളതെന്ന് നോക്കിക്കുക. നമ്മുടെ ഉള്ളിൽ ആരോടാണ് പ്രതികാര വാഞ്ചയുള്ളതെന്ന് നോക്കിക്കുക. കണ്ണടച്ചുകൊണ്ട് ഒരു നിമിഷം ഈശോയെ, എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടോ, ആരോടെങ്കിലും ക്ഷമിക്കാത്തതായിട്ടുണ്ടോ, ആരോടെങ്കിലും ഞാൻ പകരം വീട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ആരുടെയെങ്കിലും തിന്മയ്ക്ക് ഞാൻ തിന്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കാം. ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരവും നെഞ്ചോട് ചേർത്ത് വെക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, അവസാനം വരെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ രക്ഷയ്ക്കായി കുരിശിൽ കുത്തിത്തുറക്കപ്പെട്ട അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുഹൃദയ സന്നിധിയിൽ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ തുറക്കണം കർത്താവേ. അങ്ങ് കൃപ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം കർത്താവേ. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ പല രീതിയിലും പകയും വിദ്വേഷവും വെറുപ്പൊക്കെ വന്നിട്ടുണ്ട് കർത്താവേ. ആ വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവവും ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് ദൂരീകരിക്കണമേ കർത്താവേ. ശത്രുക്കളെ സ്നേഹിക്കുകയും പീഡിപ്പിച്ചവർക്കായി ക്ഷമിക്കുകയും കഷ്ടപ്പാടുകളെ രക്ഷാകരമായ സ്നേഹമാക്കി മാറ്റുകയും ചെയ്ത അങ്ങയുടെ ഹൃദയത്തിന്റെ ആ മുറിപ്പാടുകളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ, ആ ചൈതന്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ കരുണയുടെ ആഴം കണ്ടെത്താൻ, ക്രിസ്തു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ. ഒരു നിമിഷം ഞങ്ങൾ ഓർക്കുന്നു, ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വെറുപ്പുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ അവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആമേൻ. ഒരു പക്ഷേ ഈ ലോകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ ക്ഷമിക്കാതിരിക്കുക, പകരം വീട്ടുക, അല്ലെങ്കിൽ തിന്മ ചെയ്യുക എന്നൊക്കെ. എന്നാൽ ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുക പ്രതികാരമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹമാണ്. നമ്മുടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കണം. ആ ധ്യാനം ഇതാണ്. വചനം പഠിപ്പിക്കുന്നുണ്ട് ആബേലിന്റെ രക്തത്തെ കുറിച്ച്. എന്തിനെ കുറിച്ചാ? അവർക്ക് പറഞ്ഞാട്ടെ. ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ദൈവമായ കർത്താവ് എന്താ പറയണേ? കായനോട് എന്താ പറഞ്ഞേ? നിന്റെ സഹോദരന്റെ രക്തം നിലവിളിക്കുന്നു. മരിച്ചുപോയൊരു വ്യക്തി, നിഷ്കളങ്കനായ ആബേൽ. അപ്പൊ നമ്മളിപ്പോ പറയും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലി ദാവീദിൻ ഗീതികളും പോൽ, അല്ലെ? ആബേലിന്റെ രക്തം, ആബേലിന് കാഴ്ചവെച്ച പോലെ കാഴ്ചവെക്ക് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോണം, വചനം പഠിപ്പിക്കുന്നതാണ് ആബേലിന്റെ രക്തത്തിൽ പോലും എന്തുണ്ടായിരുന്നു? മറുപടി ചോദിക്കുന്നു. നോക്കണേ, രക്തത്തിനുള്ള പ്രതികാര വാഞ്ചയെ കുറിച്ച് കർത്താവ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നതാണ്. ദൈവം കായനോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം മണ്ണിൽ നിന്നും ഇതാ ഉയരുന്നു. മരിച്ചുപോയൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രതികാര വാഞ്ചയുണ്ടെന്നാണ് വചനം പഠിപ്പിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ രക്തത്തിൽ എത്രമാത്രം പ്രതികാരം ഉണ്ടായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ അടിച്ച ഒരു അധ്യാപകൻ അന്ന് മുതൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മോട് നിഷേധിച്ച് പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളോ, എന്തെങ്കിലും കാര്യങ്ങള് നമുക്ക് കറക്റ്റ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കളോ, എല്ലാവരോടും നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ആ രക്തത്തിൽ അലിയുകയാണ്. നമ്മുടെ രക്തത്തിൽ അലിയുന്ന പ്രതികാര വാഞ്ച വചനം പഠിപ്പിക്കും. നമ്മൾ അപ്രകാരം ഇതാ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു. നാബോത്തിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? എവിടെയാണ്? രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ നാഹാബ് രാജാവിന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാ നാബോത്ത് പറയുന്നത് എന്താണ്? എന്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണിത്. ഇനി കുടുംബപരമായി കിട്ടിയ ഒരു വസ്തുവകകളാ, എനിക്ക് തരാൻ താല്പര്യമില്ല.
നീ പണം തന്നാൽ പോലും എന്റെ അപ്പന്റെ രക്തത്തിന്റെ വിലയാണ്. ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ആൻസെസ്ട്രൽ, അതായത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയും, നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് അപ്പന്റെ വിയർപ്പിന്റെ അംശമാണ്. അത് നഷ്ടപ്പെടുത്തരുത്. അപ്പന്റെ, അപ്പാപ്പന്റെ, അപ്പൂപ്പന്റെ, അല്ലെങ്കിൽ ആരുടെ ആയിക്കോട്ടെ, അപ്പന്റെയും അമ്മയുടെയും വിയർപ്പ് വീണ ഇടമായതുകൊണ്ട് അതിന് വിലയുണ്ട്. ഇവിടെ നോക്കണേ, ഈ നാബോത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇത് കൊടുക്കാൻ മനസ്സില്ല, കാരണം എന്റെ അപ്പനെ ഞാൻ ഓർക്കുകയാണ്. ഇത് പറയുമ്പോഴും അവന് ചതിയിൽപ്പെടുത്തി കൊല്ലുകയാണ്. എപ്പോഴും നാബോത്ത് കരഞ്ഞു വിളിക്കുന്നുണ്ട്. പറയുന്നു, നാബോത്തിന്റെ രക്തം നിന്നെ നോക്കി നിലവിളിക്കുന്നു. ഹല്ലേലൂയ പറയാമോ? രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ ഒരു പ്രതികാര വാഞ്ചയെ കുറിച്ചാണ് വചനം പറയുന്നത്. നോക്കണേ, ആബേലിന്റെ രക്തം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഈശോയുടെ രക്തം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈശോയുടെ രക്തം കരുണയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ പറയാമോ? ദിവ്യഹൃദയത്തെ കുറിച്ച് പരിശുദ്ധ കുർബാനയിൽ വിമസിക്കുന്ന തമ്പുരാന്റെ ആ ഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ മനസ്സിലാക്കണം, എന്റെ രക്തം, എന്റെ ഹൃദയം ആബേലിനെ പോലെയാകരുത്. എന്റെ രക്തം, എന്റെ ഹൃദയം നാബോത്തിനെ പോലെയാകരുത്. ഹല്ലേലൂയ ഒന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ രക്തം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ, ആ ഹൃദയ ധമനികൾ അല്ലെങ്കിൽ ധമനിലൂടെ ഒഴുകുന്ന ആ രക്തം, അത് കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത് മാപ്പ് കൊടുക്കലിൻ്റെതാകണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആബേലിന്റെ രക്തം കുറ്റപ്പെടുത്തിയപ്പോൾ ഈശോയുടെ രക്തം, ഈശോയുടെ ഹൃദയം രക്ഷ നൽകുകയാണ്. തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ പരിശുദ്ധ രക്തത്തിൽ ഒരിറ്റു വെറുപ്പുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പടയാളികളിൽ ഒരുവൻ അവന്റെ വിലാപ്പുറത്ത് കുത്തിയല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് ഒഴുകിയ ആ രക്തത്തുള്ളികൾ, ഒരിക്കലും ആ രക്തത്തിൽ ശാപവാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഈശോയെ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഇതാ അവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ആ രക്തത്തിൽ ശാപമില്ല, അവിടെ നിന്ന് അഗ്നിജ്വാലകൾ പുറപ്പെട്ടില്ല, അതിലെ പ്രതികാരത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഒന്ന് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കുക പ്രിയമുള്ളവരെ, യേശുവിന്റെ സ്നേഹം ഈ ക്രൂശിൽ പഠിക്കുമ്പോൾ നമ്മെ ഈശോ പഠിപ്പിക്കുന്ന ഇതാണ്, നിന്റെ ഹൃദയവും അതുപോലെയായിരിക്കും. അതുകൊണ്ട് നമ്മള് ജൂൺ മാസത്തിൽ പഠിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ, മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറയും, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാണ്ട്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെയാക്കണമേ. ഇത് ആകുന്നുണ്ടോ? ഈ ഒരു പരിവർത്തനം നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഹൃദയം എപ്പോഴും പരിവർത്തനത്തിന് ക്ഷണിക്കുന്നതാണ്, നമ്മെ പരിവർത്തന വിധേയരാക്കാൻ ക്ഷണിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിവർത്തനം അല്ലെ, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. എങ്ങനെയാണ് എന്റെ ഹൃദയം ആകേണ്ടതെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈശോ പോയിടത്തൊക്കെ പരിവർത്തനം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഈശോ പോയിടത്ത് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഈശോ നിങ്ങളുടെ ജീവിത കുടുംബത്തിലേക്ക് വന്നപ്പോ പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത്, അവിടെ ആയിരിക്കുന്ന കാരണം തന്നെ അതാണ്. ആ ദിവ്യഹൃദയത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ ഹൃദയമാണ് ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും കേന്ദ്രബിന്ദു. സാങ്കേതിക വിദ്യയുടെയും ചില മനുഷ്യന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ പകയുടെയും വിദ്വേഷത്തിന്റെയും ചിന്താഗതികളുടെയും മധ്യേ മനുഷ്യന് ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അവന്റെ മുറിവേറ്റ ഹൃദയം നമ്മുടെ മേൽ അവിടുന്ന് നിരന്തരം സ്നേഹം ചൊരിയുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ സമയം നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവ് അഗാധമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹത്തെ ധ്യാനിച്ചാൽ പിന്നെ സകലതും അവിടുന്ന് നമുക്ക് നൽകും. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ അവിടുന്ന് സകലതും നമുക്ക് നൽകും. അതാണ് ദൈവത്തിന്റെ നീതിയും ന്യായവും അന്വേഷിക്കുക, സകലതും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറയുക. ദൈവത്തിന്റെ നീതി അവിടുത്തെ ഹൃദയത്തിൽ ഒഴുകുന്ന കരുണയാണ്. ദൈവത്തിന്റെ നീതി അവിടുത്തെ ഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം പിന്നെ സകലതും അവിടുന്ന് നൽകും.
കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ നെഞ്ചോട് ചേർക്കാം. യേശുനാഥ നീ ദൈവം, യേശുനാഥ നീ ആശ്രയം, യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കുന്നുണ്ട്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ തന്നെയാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഗാനത്തോടൊപ്പം ചേരുമ്പോൾ പറയണം, എനിക്ക് നീ മാത്രമേ ആശ്രയിക്കാനുള്ളൂ, നിന്നിൽ മാത്രമാണ് എന്റെ ആശ്രയം. നമ്മുടെ കർത്താവേ, ഈ സമയം ഞാനിത് പാടി പ്രാർത്ഥിക്കുമ്പോൾ നീ എന്റെ ദൈവമാണെന്ന്, എന്റെ കുടുംബത്തിൽ രാജാവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ ഹൃദയത്തിൽ അവിടുത്തെ പ്രതിഷ്ഠിക്കുകയാണ്. കർത്താവേ, എനിക്ക് സർവ്വതും നൽകുന്ന, സർവ്വതും നൽകി എന്നെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിന് പ്രതിനന്ദിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങേ ദിവ്യ ഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹത്തെ പ്രതി ഞാൻ എന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു. കർത്താവേ, എല്ലാവരെയും ഞാൻ തിരിച്ചെടുക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മെ അർപ്പിച്ചുകൊണ്ട് കണ്ണുകളടിച്ച് ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. കരങ്ങളെ നെഞ്ചോട് ചേർക്കാം. കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവേ, പരിവർത്തനപ്പെടാത്ത ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളുണ്ട്. അവിടുത്തെ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ട് ഇനിയും പരിവർത്തനപ്പെടുത്താത്ത ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. കർത്താവേ, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി. കർത്താവേ, എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. കർത്താവ്, ഈ സമയം നിന്റെ ഹൃദയത്തിൽ ഒഴുകിയ കരുണ ധ്യാനിക്കുമ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നതിന്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ, കർത്താവ്, നീ എന്നെ ഈ നിമിഷം എന്റെ മുഖത്തും അവർ നോക്കണമേ കരുണയോടുകൂടെ. തിരുവചനത്തിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവേ, ഈശോയെ, ഓരോ വ്യക്തിയെയും അവിടുന്ന് കണ്ട സമയം ഞങ്ങൾ ഇതാ ഓർക്കുന്നു. അവിടുത്തെ ഉള്ളിൽ അലിഞ്ഞ അവിടുത്തെ മനസ്സലിവ്, എല്ലാവരുടെ ഉള്ളിലും ഈ ചിന്ത ഉണ്ടാകട്ടെ. ഈശോ ഓരോ വ്യക്തിയെയും കാണുമ്പോൾ നോക്കണേ, ചുങ്കസ്ഥലത്തിരുന്ന് ആ ചുങ്കം ഭരിച്ചിരുന്ന ലേവിയെ കർത്താവ് കാണുന്നു. ഈശോ കാണുന്ന സമയം അവന്റെ കണ്ണുകൾ ഈശോയിലേക്ക് നോക്കി. ആ കാഴ്ചയിൽ തന്നെ കർത്താവിന്റെ കണ്ണുകൾ അവന്റെ കണ്ണുകളെ കണ്ടു. രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അവനെ കുറിച്ചോർത്ത് കർത്താവിന്റെ ഹൃദയം വിതുമ്പി. ഇതാ, കണ്ണുനീരൊഴുകുന്ന കണ്ണിനെ കാണുന്ന കർത്താവ്, കണ്ണീരൊഴുകുന്ന കണ്ണിനെ കണ്ട് അവനെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ഈശോ അവനെ വിളിച്ചു, നീ എന്നെ അനുഗമിക്കുക. നോക്കണേ പ്രിയമുള്ളവരെ, തന്റെ പ്രിയ സഹോദരൻ മരിച്ച സമയം ആ മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് ഈശോ ചെല്ലുന്നുണ്ട്. ആ സഹോദരിമാരുടെ ഹൃദയവതയെ മനസ്സിലാക്കി കർത്താവ് അവിടെ ചെന്ന് വിതുമ്പുന്നുണ്ട്. അവന്റെ കണ്ണുനീരൊഴുകുന്നത് കാണാൻ സാധിക്കും. അവന്റെ ഹൃദയം ഇതാ ഭവനത്തിന് വേണ്ടി തുടിക്കുന്നു ഓർക്കാം. ആ ഹൃദയത്തിലേക്ക് അവരുടെ വേദനകൾ അവൻ ഏറ്റെടുത്ത് അവൻ അവരെ കുറിച്ച് ഓർത്ത് വിതുമ്പുന്നുണ്ട്. ഇതാ ബർത്തമേയോസ് എന്ന അന്ധയാചകൻ ഇതാ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. അവന്റെ അലറിക്കരഞ്ഞുള്ള വിളി, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന, യേശുവേ ദാവീദിന്റെ പുത്രനെ കനിയണമെന്ന വിളി കർത്താവിന്റെ നെഞ്ചിനെ അതാ ഉലച്ചു. അവന്റെ വേദനയുടെ സ്വരം കേട്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം തുടിച്ചു. പറഞ്ഞു, എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു, അവനെ വിളിക്കുക. ആ നിലവിളിച്ച് കരഞ്ഞവനെ അരികിലേക്ക് വിളിക്കുക എന്ന്
കർത്താവിന്റെ ഹൃദയം തുടിക്കുകയാണ്. ഒന്ന് പറഞ്ഞാട്ട് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. മറ്റാരുടെയും സമീപത്ത് വരാൻ സാധിക്കാതെ ദൂരെ മാറി നടന്ന ആ കുഷ്ഠരോഗികൾ നിലവിളിച്ചപേക്ഷിച്ചു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ കർത്താവിന്റെ ഹൃദയം തുടിച്ചു. അവരുടെ ശാരീരിക വ്യഥ കണ്ട്, അവരുടെ മനസ്സിന്റെ വേദന കണ്ട്, അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ട്, സങ്കടപ്പെട്ട അവസ്ഥ കണ്ട് യേശുവിന്റെ ഹൃദയം തുടിച്ചു. കർത്താവ് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, അരികിൽ വരിക. അവരുടെ ശരീരത്തിൽ സ്പർശിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷത്തോടെ തിരിച്ചയച്ചു. ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണീര് കാണുന്ന കർത്താവ്, സങ്കടത്തിൽ സ്വരം കേൾക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസ്രാവം ബാധിച്ച് പല രീതിയിലും ചികിത്സിച്ചിട്ടും സമ്പാദ്യം മുഴുവൻ ആ ചികിത്സയ്ക്ക് കൊടുത്തിട്ടും ഒന്നും ഏൽക്കാതെ ഇതാ നിസ്സഹായിയായിട്ടൊരു സ്ത്രീ അവൾ അറിയാതെ അവന്റെ വസ്ത്രാംഗത്തിൽ തൊടുകയാണ്. അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ കർത്താവിന്റെ ഹൃദയം പിടച്ചു. ഇതാ കർത്താവിന്റെ ഹൃദയം എടുത്ത് ആ സഹോദരി വേദനയോടുകൂടെ യേശുവിന്റെ ഹൃദയത്തെ, യേശുവിന്റെ ആ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോൾ അവന്റെ ഹൃദയത്തിനാണ് അത് തൊട്ടത്. ഇതാ യേശുവിന്റെ ഹൃദയം തൊടിച്ചു. അവളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ടല്ലേ, ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുന്നു, ആരാണ് നിന്നെ തൊടാത്തത്? ഒരുപാട് പേര് നിന്നെ തൊടുന്നുണ്ട്. എന്നാൽ കേൾക്കണേ പ്രിയമുള്ളവരെ, ഒരുവൻ മാത്രമാണ് ഹൃദയം കൊണ്ട് അവന്റെ ഹൃദയത്തെ തൊട്ടത്. യേശുവിന്റെ ഹൃദയത്തെ തൊട്ടത് ആ സ്ത്രീ മാത്രമായിരുന്നു. ആ ഹൃദയത്തെ തൊട്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഇതാ സൗഖ്യത്തിന്റെ സ്രോതസ്, സൗഖ്യത്തിന്റെ അരുവി അവിടേക്ക് ഒഴുകി. ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് മനസ്സിലായി, എനിക്ക് ലഭിക്കാനെങ്കിൽ സൗഖ്യത്തിന്റെ സ്രോതസ് എന്റെ രാജാവ് അവിടെ നിന്നാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആരൊക്കെ അവിടുത്തെ തൊട്ടോ, ആരൊക്കെ വിശ്വാസത്തോടെ ഹൃദയം കൊണ്ട് അവിടുത്തെ തൊട്ടോ, ആരൊക്കെ ഹൃദയം കൊണ്ട് അവനെ വിളിച്ചോ, ആരൊക്കെ ഹൃദയം കൊണ്ട് അവനെ നോക്കിയോ, അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. അവനെ നോക്കിയവർ പ്രകാശിതരായെന്ന് വചനം സാക്ഷ്യപ്പെടുന്നുണ്ടല്ലോ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തുതി. ശാന്തഹ ബാരഹ, ഹല്ലേലൂയ, ശാന്തഹ ബാരഹ, ബാരഹ, ബാരഹ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഈ നിമിഷം കർത്താവേ, ഓരോ മകനെയും മകളെയും അവർ തുടങ്ങിയ കർത്താവേ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ഏറ്റുപാടാം. യേശുനാഥ നീയൻ ദൈവം, യേശുനാഥ നീയൻ ആശ്രയം. എല്ലാവരും ഏറ്റുപാടണം. നീ എന്റെ ദൈവമാണ്, നിന്നിതാ എന്റെ ഹൃദയത്തിൽ ഇതാ സൂക്ഷിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഇതാ എന്നെ നൽകുന്നു കർത്താവേ. ആ ഓരോ വ്യക്തികളും, അന്ധയാചകനും ലേവിയും ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീയും, കൂരിപ്പോയ ഒരു സ്ത്രീയും, അവൾ ഒരുപാട് തവണ സിനഗോഗിൽ വന്ന് പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ഒരു ദിവസം അവൻ കണ്ടു, ഒരു ദിവസം അവളെ കണ്ടു. നിരന്തരം ദേവാലയത്തിൽ വന്നിരുന്ന ഒരു സ്ത്രീയെ കർത്താവിത ഒരു ദിവസം കണ്ടു. ആ കണ്ട സമയം അവൾക്ക് സൗഖ്യമായി. കർത്താവിനെ കാണാൻ മാത്രം, അവളുടെ കൂലിനെ കാണാൻ മാത്രം അവളെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. എത്ര നാള് നീ ദേവാലയത്തിൽ വന്നാലും കർത്താവ് നിന്നെ കാണുന്നുണ്ടോ, കർത്താവ് നിന്നെ തൊടുന്നുണ്ടോ എന്ന് നോക്കുക. നീ കർത്താവിനെ കണ്ടാൽ അവിടുന്ന് തീർച്ചയായും കർത്താവ് നിന്നെ കാണും. നീ കർത്താവിനെ തൊട്ടാൽ തീർച്ചയായും കർത്താവ് നിന്നെ തൊടും. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുനാഥ നീയൻ ദൈവം, യേശുനാഥ നീയൻ ദൈവം. പാടാം. യേശുനാഥ നീയൻ ആശ്രയം, യേശുനാഥ നീയൻ ശരീരവും എന്റെ കോട്ടയും നീ മാത്രമേ. ഒന്ന് പാടാമോ? യേശുനാഥ നീയൻ ദൈവം, യേശുനാഥ നീയൻ ആശ്രയം, യേശുനാഥ നീയൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എല്ലാവരും ഒന്ന് പാടിയാട്ടെ. യേശുനാഥ, യേശുനാഥ നീയൻ ദൈവം, യേശുനാഥ
നീ യേശുനാഥ നീ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓരോ മകനെയും മകളെയും കർത്താവ് നീ ഇപ്പോൾ സ്പർശിക്കണം. ഈശോയെ നിന്റെ കരങ്ങളിൽ കർത്താവ് നിന്റെ ഹൃദയത്തെ കാണുന്ന നിന്റെ ദിവ്യഹൃദയെ ധ്യാനിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ഇപ്പോൾ ഈ സമയം തുടങ്ങി കർത്താവേ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇത്രമേൽ സ്നേഹിക്കുന്ന അങ്ങേ ഞാൻ ആരാധിക്കുന്നു കർത്താവേ. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ ചെറു നിമിഷം ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. ഈ മണിക്കൂറിൽ ഒരിക്കൽ കൂടെ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നെ ഞാൻ നന്ദി പറയുന്നു. പിതാവിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. 3-ാം അധ്യായം 17 മുതൽ തിരുവചനങ്ങൾ. എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമുണ്ടെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എന്റെ പ്രത്യാശയും കർത്താവിയുടെ വിശ്വാസവും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എന്റെ വിശ്വാസവും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യാശിക്കുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ പുതിയ പ്രഭാതത്തിൽ കർത്താവേ, എന്റെ അഗാധമായ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ എന്റെ കഷ്ടതയും അലച്ചിലും എന്റെ വേദനകളെല്ലാം ഓർക്കുമ്പോൾ, പ്രത്യാശ തരുന്ന ആ മുറിവേറ്റ ഹൃദയത്തെ കാണുമ്പോൾ കർത്താവേ, എനിക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്റെ സന്നിധിയിൽ എനിക്കൊരു ഉത്തരമുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട് കർത്താവേ. ഈ മണിക്കൂർ ഞാൻ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും തന്നെയാണല്ലോ കർത്താവേ. നീ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കാൻ, നീ കരുണ കാണിച്ച പോലെ പരസ്പരം കരുണ കാണിക്കാൻ, നീ ക്ഷമിച്ച പോലെ പരസ്പരം ക്ഷമിക്കാൻ. ഒരുപാട് പകയുണ്ടായിരുന്നു കർത്താവേ, ഒരുപാട് വെറുപ്പുണ്ടായിരുന്നു കർത്താവേ, പ്രതികാര വാഞ്ചയുണ്ട് കർത്താവേ. ദ്രോഹിച്ചവരോട്, കുറ്റം വിധിച്ചവരോട്, എനിക്കെതിരായി മറ്റുള്ളവരോട് പലതും പറഞ്ഞവരോട്, പറഞ്ഞു പരത്തിയവരോട്, എന്റെ കുടുംബത്തിനെതിരായി സംസാരിച്ചവരോട്, മക്കളെ കുറിച്ച് മോശമായി പറഞ്ഞവരോട്, കുടുംബ ബന്ധങ്ങളിൽ ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വെച്ച് പുലർത്തിയപ്പോഴും അവരെ കുറ്റം വിധിച്ചതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് കർത്താവ്. പക്ഷേ ഈ സമയം നിന്റെ ഹൃദയത്തിൽ നൽകുന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ എല്ലാവരോടും ക്ഷമിക്കുന്നു കർത്താവ്. എല്ലാവരോടും ക്ഷമിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു കർത്താവ്. കാരണം എല്ലാത്തിനുമുള്ള ഉത്തരം നിന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ വരേണ്ടത്, നിന്റെ ദിവ്യ ഹൃദയത്തിൽ നിന്നാണല്ലോ വരേണ്ടത് കർത്താവേ. അവിടുന്ന് തന്നെയാണല്ലോ ഞങ്ങളോട് പഠിപ്പിച്ചത്. മാർക്കോസിലെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾ പഠിപ്പിച്ചല്ലോ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് സകലമാന പ്രവൃത്തികളും പുറത്തേക്ക് വരിക. അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്
മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവയെല്ലാം ദൂരീകരിക്കണം കർത്താവേ. നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ, നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ക്ഷമിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടെ ഇരുകരങ്ങളും ഉയർത്തി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞതെല്ലാം കർത്താവ് കേട്ടു. അവിടുത്തെ അനുഗ്രഹത്തിനായി യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഉയർത്തപ്പെട്ട കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന വേദനകളെ, സങ്കടങ്ങളെ അവർ ഏറ്റെടുത്ത് ഇപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവ്. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. വെളിപാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ യോഹന്നാന് ഈശോയുടെ വാക്കുകളൊക്കെ ഒത്തിരി ധ്യാനിച്ച് അത് മനുഷ്യന് മനസ്സിലാക്കുന്ന ഭാഷയിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുക. പിന്നീട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ആയിരിക്കണം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം പറയുക, കർത്താവിന്റെ വചനം സസൂക്ഷ്മം നിരീക്ഷിച്ച് പഠിക്കണം. കണ്ടോ? അവിടുത്തെ വചനം ശ്രദ്ധാപൂർവം പഠിക്കണം. അതിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണവചനങ്ങൾ ഉണ്ടാകാതിരിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ അധരം കൽപ്പിച്ചതാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവാണ് നമുക്കത് മനസ്സിലാക്കി തരിക. യെശയ്യാ 34:16 പറയുന്നു, കർത്താവിന്റെ വചനം ശ്രദ്ധയോടെ പഠിക്കും. അപ്പൊ ഈ വചനം പഠിക്കുമ്പോ ശ്രദ്ധിച്ചോ, സുവിശേഷത്തിലും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് യേശുവിന്റെ ദിവ്യഹൃദയത്തിന്റെ ആ ഹൃദയത്തിൽ ഒഴുകുന്ന സ്നേഹത്തിന്റെ അരുവി, ആ സ്നേഹത്തിന് നീർച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കാണുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ പറയാട്ടെ, ഹല്ലേലൂയ എന്ന് പറയാൻ കേട്ടോ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. പഴയത് കടന്നുപോയി, ഇനി എല്ലാം പുതിയതാണ്. പുതിയ രീതിയാ വരാൻ പോണേ. പഴയ രീതിയൊക്കെ പോയി, പുതിയ രീതി. ഇത് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ യോഹന്നാൻ ഇങ്ങനെ എഴുതുമ്പോ യോഹന്നാന്റെ മനസ്സിൽ വന്ന കാര്യം ഇതാണ്, പുതിയ ഒരു രീതി, ഒരു പുതിയൊരു ശൈലി ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. അത് ദൈവത്തിന്റെ കൂടാരമാണ്. ആ കൂടാരം അവൻ കണ്ടത് ക്രൂശിനരികിൽ നിൽക്കുമ്പോൾ പടയാളികളിൽ ഒരുവൻ അവന്റെ വിലാപ്പുറത്ത് കുത്തുന്നതാണ്. അത് കണ്ട് യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. യോഹന്നാൻ ഇത് എഴുതുമ്പോ അവന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ രക്തവും വെള്ളവും യോഹന്നാന്റെ ചിന്തയിലേക്ക് വന്നു. എങ്ങനെയാ അതിനെ കണക്ട് ചെയ്യുക? എങ്ങനെയാണ് പ്രവാചകന്മാരിലൂടെ സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക? ശരിയല്ലേ? ഹല്ലേലൂയ പറയാമോ? കാരണം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര്, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ മനസ്സിലാക്കിയത് ഇതാണ്, എന്തോ ഇതിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം. പക്ഷേ അത് അവർക്ക് തിരിച്ചറിയാനായിട്ട് ഈശോ കൂടെ നടന്നിട്ട്, ഈശോ പ്രവാചകന്മാരിലൂടെ സങ്കീർത്തനങ്ങളിലൂടെ അവിടത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി, അതെ, ഇതെല്ലാം അവിടുന്നാണ്. കാരണം സങ്കീർത്തനത്തിലെ വചനം ഇങ്ങനെയുണ്ടല്ലേ, 21-ാം സങ്കീർത്തനം ഇങ്ങനെ, എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്? അപ്പൊ ആ വചനങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത്, ഇതാ യേശു പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്. അപ്പൊ തിരിച്ചു വന്നപ്പോ അവർ പറയാണ്, അതെ, അവൻ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. അവൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു എന്ന് മനസ്സിലാക്കി. അപ്പൊ യോഹന്നാൻ ധ്യാനിക്കുകയാണ്, ഇതെന്താണ് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത്? അപ്പോഴാണ് എസെക്കിയേലിന്റെ പ്രവചനത്തില് 47-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദേവാലയത്തിന്റെ ശ്രീകോവിലിൽ നിന്നും ഒരു അരുവി ഒഴുകുന്നുണ്ട്.
അത് ഒഴുകുന്നിടത്തൊക്കെ പച്ചപ്പ് നിറഞ്ഞിരുന്നു. ആ അരുവി ഒഴുകിച്ചേരുന്നിടത്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ഈശോ പറയുന്നുണ്ടല്ലേ, ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ്. അബണ്ടൻ ലൈഫ് ഇൻ അബണ്ടൻസ് അല്ലെ, ജീവിതം സമൃദ്ധിയായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ യോഹന്നാന്റെ ധാരണ ഇതാണ്, ഈ പറയുന്ന ജീവന്റെ സ്രോതസ് എസെക്കിയേൽ പറയുന്നു, ഇതാ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്നത്, അൾത്താരയിൽ നിന്ന് ഒഴുകുന്ന സ്രോതസ് പോകുന്നിടത്തൊക്കെ സമൃദ്ധിയാണ്. 1-ാം സങ്കീർത്തനം 6 വചനങ്ങളുള്ള 1-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവരെ, അവനിൽ ആശ്രയം വയ്ക്കുന്നവരൊക്കെ നീർച്ചാലിനരികെ നട്ടപ്പെട്ട മരം പോലെയാണ്. അവരിൽ ആശ്രയിക്കുന്നവരും അവരിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നീർച്ചാലിനരികെ നട്ടപ്പെട്ട മരം പോലെയാണ്. അപ്പൊ നീർച്ചാലിനരികെ നട്ടപ്പെട്ട മരത്തിന് എന്താ പ്രത്യേകത? ഇല കൊഴിയാത്തതാണ്, യഥാകാലം ഫലം നൽകുന്നതാണ്. നീർച്ചാലിനരികെ നട്ടപ്പെട്ട മരം എന്താണ്? യഥാകാലം ഫലം നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ ഫലങ്ങളാണോ അതത് സമയത്തുണ്ടാകേണ്ടത്, ഓരോ സമയത്തും ഫലം ഉണ്ടാകണം. കുഞ്ഞുണ്ടാകുന്ന ഒരു ഫലമാണ്, വിവാഹം കഴിയേണ്ട ഒരു ഫലമാണ്, അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് മാറി അതെല്ലാം ജീവിതം എല്ലാം ക്രമപ്പെടുന്ന ഫലമാണ്. എല്ലാം ഫലങ്ങളാണ്. അപ്പോ വചനം പറയുന്നതാണ്, നീർച്ചാലിനരികെ നട്ടപ്പെട്ട മരം പോലെയായിരിക്കും അവൻ. അപ്പൊ നമ്മളെ നീർച്ചാല്, എസെക്കിയേൽ പറയുന്നു, ഇങ്ങനൊരു നീർച്ചാൽ അത് ദേവാലയത്തിൽ സ്ത്രീക്കാവ് എന്നാണ്. അപ്പോഴാണ് യോഹന്നാൻ വീണ്ടും എഴുതി വെക്കുക, യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഈശോ കൂടാരത്തിരുന്നാളിന്റെ അന്ന് ഇപ്രകാരം ഒരു കാര്യം പ്രഘോഷിച്ചു. ഇതാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വരിക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും, പറഞ്ഞാട്ടെ, സത്യവചനം പ്രസ്താവിക്കും പോലെ നിത്യജീവന്റെ അരുവി ഒഴുകും. കണ്ടോ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും സത്യവചനം പ്രസ്താവിക്കും പോലെ നിത്യജീവന്റെ അരുവികൾ ഞാൻ ഒഴുകും. യോഹന്നാൻ തന്നെയാണ് ഇത് എഴുതുന്നത് കേട്ടോ. യോഹന്നാൻ പറയാണ്, എസെക്കിയേൽ പറഞ്ഞ ദേവാലയത്തിൽ നിന്നൊഴുകുന്ന അരുവിയും സങ്കീർത്തനത്തിൽ പറഞ്ഞ ആ നീർച്ചാലിനരികെ നട്ടപ്പെട്ടതും ഇതൊക്കെ എന്താണ്? യേശുവിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. യോഹന്നാൻ മാത്രമാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതെ, പടയാളിയിൽ ഒരുവൻ അവന്റെ വിലാപ്പുറത്ത് കുത്തി പിയേഴ്സ്ഡ് ഹിസ് സൈഡ് എന്ന് പറഞ്ഞത്, ആ സൈഡ് പിയേഴ്സ് ആയപ്പോൾ ഓപ്പൺ ചെയ്യപ്പെടുന്ന അവന്റെ ഹൃദയമായിരുന്നു. സൈഡ് അവന്റെ പാർശ്വത്തിൽ കുത്തി, അല്ലെ, പാർശ്വത്തിൽ കുത്തിയപ്പോൾ ഹൃദയം പിളർക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വശത്തല്ലേ, അവന്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ അവന്റെ ഹൃദയം പിളർക്കപ്പെട്ടു. അവിടെ നിന്നൊഴുകിയപ്പോൾ അവൻ ഇതാ ദേവാലയമായി മാറി, അവൻ ദേവാലയത്തിന് ശ്രീകോവിലായി മാറി. അതുകൊണ്ട് അവൻ തന്നെയാണ് അൾത്താരയും, അവൻ തന്നെയാണ് പൂജ്യവസ്തുവും. ഹല്ലേലൂയ. മലങ്കര റീത്തിൽ ദേവാലയത്തിന് മധുബഹ വെഞ്ചരിക്കാനായിട്ട് തിരുമേനി വന്ന് ഒരു പ്രാർത്ഥന ചൊല്ലി, ഒരു ശ്ലോകം, അത് എഫ്രേം പിതാവിന്റെ ഒരു ശ്ലോകമാണ്, അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ നിന്നുള്ളതാണ്. അതിങ്ങനെ പറയാം, തീയല്ലോ ഈ മധുബഹ, തീയല്ലോ പൂജ ചെയ്തും, തീനല്ലോ പരിചരിപ്പു എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിന്റെ അവസാനം പറയുന്നതാണ്, വൈദികരെ നിങ്ങളിഹ തീയിൽ വെന്ത് വെണ്ണീറാകാതിരിക്കാൻ സൂക്ഷിപ്പിൻ. തീയല്ലോ മധുബഹ, തീയല്ലോ പൂജ ചെയ്തും, തീനല്ലോ പരിചരിപ്പു, വൈദികരെ നിങ്ങളിഹ തീയിൽ വെണ്ണീറാകാതിരിക്കാൻ സൂക്ഷിപ്പിൻ എന്ന് പറയുമ്പോ, മോശ ഹൊറേബ് മലയിൽ ഒരു അഗ്നിയിൽ ദൈവത്തെ ദർശിച്ചല്ലേ, അഗ്നിയിൽ അത് ചാമ്പലാകുന്നില്ല, ആ പടർപ്പ് ചാമ്പലാകുന്നില്ല. ആ അഗ്നി ദൈവത്തിന്റെ അടയാളമായിട്ട് അത് ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇവിടെ പറയുന്ന ഒരു അരുവിയെ കുറിച്ചാണ്. അപ്പൊ ഇതൊരു അരുവിയാണ്. ഈ അരുവിയിൽ നിന്നും ദൈവത്തിന്റെ സ്രോതസ് നമ്മിലേക്ക് ഒഴുകും. ആ അരുവി അവന്റെ ഹൃദയമാണ്. അവന്റെ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ ഒഴുകപ്പെട്ടതാണ്. എങ്കിൽ ഈ അൾത്താരയിൽ മുറിയപ്പെടുന്നത് അവന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ അൾത്താരയിലും മുറിയപ്പെടുന്നത് ആ ദൈവത്തിന്റെ ഹൃദയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഇടവകയിൽ ആയാലും ആ ഇടവകയ്ക്ക് തന്നിരിക്കുന്ന ഒരു അൾത്താര എന്ന് പറയുന്നത് കർത്താവിന്റെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അൾത്താരയാണ്. ആ അൾത്താരയിൽ മുറിയപ്പെടുന്നവന്റെ ഹൃദയമാണ്. ആ അൾത്താര നിനക്കുള്ള ജീവന്റെ സ്രോതസ്സാണ്, ജീവജലത്തിന്റെ സ്രോതസ്സാണ്. ആ ഇടവകയുടെ ദേവാലയത്തിലെ അൾത്താര എന്ന് പറയുന്നത്
ആ ഇടവകത്തിലെ ഓരോ കുടുംബങ്ങളിലേക്ക് ഒഴുകുന്ന ജീവജലത്തിന്റെ സ്രോതസ്സാണ്. മനസ്സിലായെങ്കിൽ വലത് കയറി വരുന്ന സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇതാണ്, യോഹന്നാൻ ഇത് എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയതെന്നുള്ളത്. അത് തുടർച്ചയായിട്ട് പിന്നീട് അവിടുന്ന് കാണുന്നുണ്ട്. ഈ ലാസറിന്റെ കുഴിമാടത്തിൽ വിതുമ്പുന്നതൊക്കെ യോഹന്നാനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മറ്റുള്ള സുവിശേഷകന്മാർ മറ്റു പല രീതിയിലും ദൈവത്തിന്റെ ഹൃദയം മനുഷ്യരോട് തുടിക്കുന്നതിന്റെ, മനുഷ്യന്റെ കഷ്ടപ്പാടിനെ നോക്കിക്കണ്ട് തുടിക്കുന്ന ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് ദൈവാനുഭവങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും അനുഭവങ്ങളും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇന്നും ഞാനിത് വായിച്ചെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ രോഗപീഡയിൽ എനിക്കായി വിതുമ്പുന്ന കർത്താവ് എന്നെ നിരന്തരം രോഗിയായി വിടാനായിട്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്റെ ജീവിതം ഈ രോഗത്തിൽ അവസാനിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ അരികിൽ കൊണ്ടുവന്നല്ലേ. ഇവന് കാഴ്ച കാണാത്തത് ആരുടെ കുറ്റം കൊണ്ടാണെന്ന് ഈശോട് ചോദിക്കും, പറയുന്നു ഇവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനാണ്. അപ്പോ നമ്മിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവന്റെ കണ്ണ് കാഴ്ച ഇല്ല എന്ന് കണ്ടിട്ട് അവനോട് മുഖം തിരിക്കുന്ന കർത്താവല്ല. അവന്റെ വിശപ്പ് കണ്ട് അവനിൽ നിന്ന് മുഖം തിരിക്കുന്ന കർത്താവല്ല. അവൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവനിൽ നിന്ന് മുഖം തിരിക്കുന്ന കർത്താവല്ല. എല്ലായിടത്തും ആ അനുകമ്പയുള്ള ആ ഹൃദയം തുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഹൃദയത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഹല്ലേലൂയ പറയാമോ? അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാൻ. യേശുവല്ലാതെ എനിക്ക് മറ്റാരുമില്ല ആശ്രയം, അവന്റെ മാർവിടമാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളൊരു ഈരടികൾ പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ രക്ഷക, എന്റെ ദൈവമേ, നീ അല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങള് കുഞ്ഞുനാളിലെ വീട്ടിലൊക്കെ പാടുന്ന പാട്ടായിരുന്നു. ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഭവനത്തില് പ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്ന പാട്ടാണ്. ഞങ്ങള് എല്ലാവരും പാട്ടുപാടും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പാട്ടൊക്കെ പാടും. പിന്നെ ഓരോ ധ്യാനം കഴിയുമ്പോൾ പുസ്തകങ്ങളുടെ എണ്ണം കൂടും. അമ്മ ഒരു ധ്യാനത്തിന് പോയി വന്നു കഴിഞ്ഞാൽ ഒരു പുസ്തകം കൂടും. അപ്പൊ പ്രാർത്ഥന കൂടും. പ്രാർത്ഥനയുടെ നീളം അമ്മയുടെ ധ്യാനത്തെ അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പൊ എന്റെ ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ മക്കളൊക്കെ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും മോശമില്ലാത്ത ദൈവവിളികളൊക്കെ കുടുംബത്തിൽ നിന്നുണ്ടായി. സഹോദരന്റെയും സഹോദരിയുടെ മക്കള് സിസ്റ്റേഴ്സ് ആണ്. ഒരു സഹോദരന്റെ മകൻ അച്ഛനാമൻ പഠിക്കുന്നു. അങ്ങനെയുള്ള ദൈവവിളികൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം കുടുംബത്തിലെ പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ ഗാനങ്ങൾ പാടും, പ്രാർത്ഥിക്കും, ഈശോയെ ആരാധിക്കും. അപ്പൊ ഒരു പഴയ ഗാനമാണ്. ഈ ഗാനത്തോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിച്ച് പാടാം. നിങ്ങൾ ഈ ഗാനത്തിലെ 2 വരികൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. എൻ രക്ഷക എൻ ദൈവമേ ഒന്ന് പറഞ്ഞാട്ടെ. രക്ഷക എൻ ദൈവമേ. നിങ്ങൾ പാടുന്നത് കേൾക്കണം കേട്ടോ. എൻ രക്ഷക എൻ ദൈവമേ പാടിയട്ടെ. പറഞ്ഞാട്ടെ. എൻ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും, നീ അല്ലാതില്ലാരും, എന്നേശു മാത്രം മതി എനിക്ക്, എന്നേശു മാത്രം മതി എനിക്ക്, ഏതു നേരത്തും. ഇനി വരികൾ ഇങ്ങനെ പറയുക. എന്റെ പ്രയാസങ്ങളുടെ സമയത്ത് എന്റെ ചാരെ ഞാൻ നിന്നെ കാണുന്നു. എന്റെ രോഗസമയത്ത് നീയാണ് എന്റെ അരികിലുള്ള വൈദ്യൻ. മറ്റാരെയും കാണാനില്ല. നിന്റെ മാർവിടമാണ് എനിക്ക് ആശ്രയം, നിന്റെ ഹൃദയമാണ് എനിക്ക് ആശ്രയം. നിന്റെ സ്നേഹമാകുന്ന തിരുക്കരം ഞാനിപ്പോ കാണുന്നുണ്ട്. ആ വൻ സമുദ്രത്തിന്റെ തിരയാല്, നിന്റെ ഹൃദയത്തിൽ ഒഴുകുന്ന ആ പ്രവാഹത്തിന് തിരയാല് ഒന്ന് ഞാനൊന്ന് അലിയാനായിട്ട്, നിന്റെ സ്നേഹത്തിന്റെ മുഖം കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആശ്രയം നീ മാത്രമാണ് രക്ഷക. നമുക്കത് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ഉള്ളിലും യേശുവേ രക്ഷക എന്റെ ആശ്രയം എന്നുള്ള തോന്നലുണ്ടാവണം കേട്ടോ. ചിന്ത അതുണ്ടാവണം. എപ്പോഴും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. പാരിലും പരത്തിലും നിസ്തി
രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഒന്ന് സ്തുതിക്കാമോ? വലതുകാരമായിട്ട് സ്തുതിച്ചാട്ടെ. യേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രമം വേറെ നീ പാരിലും പരത്തിലും നിസ്തുല്യൻ എൻ യേശു. എന്റെ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്റെ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. കരങ്ങൾ യാചനാരൂപി പിടിച്ചുകൊണ്ട് സ്വരം താഴ്ത്തി സ്തുതിക്കെല്ലാവരും. കർത്താവിന്റെ പിളർക്കപ്പെട്ട ഹൃദയം ഞങ്ങളുടെ അൾത്താരകളിൽ, ഞങ്ങളുടെ അൾത്താരെ ഞങ്ങൾ കാണുന്നു. കർത്താവ്, അൾത്താരയാണ് എനിക്ക് ആശ്രയം, നിന്റെ ഹൃദയമാണ് എനിക്ക് ആശ്രയം. കർത്താവ്, എനിക്ക് വേണ്ട സൗഖ്യം നിന്റെ ഹൃദയത്തിൽ നിന്നുണ്ട്, എനിക്ക് വേണ്ട കൃപ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നു. കർത്താവേ, പാപിയും ബലഹീനനുമായി എന്നെ തേടി വന്ന നിന്റെ കാരുണ്യത്തെ ഞാൻ യാചിക്കുന്നു. കർത്താവേ, ഈശോയെ, ആ തുറന്ന ഹൃദയത്തിലേക്ക് എന്നെ പൂർണ്ണമായി അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുക. കർത്താവേ, ക്ഷീണിത ലോകത്തിലും നീ മാത്രം എൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാൻ. മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രം എൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാൻ. മാർവിടം എൻ ആശ്രയം എന്നേശു
എന്നേശു കർത്താവേ, എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും. ഒന്ന് പാടിയാട്ടെ. എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശു മാത്രം മതി എനിക്ക്. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഒന്ന് പാടാം. എൻ രക്ഷക, എൻ രക്ഷക ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഒരിക്കൽ കൂടെ പാടാം. എൻ രക്ഷക ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്റെ പ്രയാസങ്ങളിൽ കർത്താവേ, എന്റെ ഭാരങ്ങളിൽ, ഞാനിപ്പോൾ വഹിക്കുന്ന ഭാരങ്ങളിൽ കർത്താവേ, ഒരു നിമിഷം ഒരു വാക്കുച്ചരിച്ചാൽ മതി കർത്താവേ. ഈശോയെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കണേ കർത്താവേ. ഇവിടെ കണ്ണീരിനെ കാണുന്ന കർത്താവേ. ഈശോയെ, എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ ഹൃദയത്തെ ഒന്ന് മനസ്സിൽ കാണണം. ആ മുറിവേറ്റ ഹൃദയം, ക്രൂശിൽ പിടയുന്ന കർത്താവ്, ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അരി, ആ രക്തത്തുള്ളികളിൽ നിനക്ക് കൃപയുണ്ട്. ആ രക്തത്തുള്ളികളിൽ വിങ്ങുന്ന നിന്റെ ഹൃദയത്തിന്റെ ആ വേദനകൾ മനസ്സിലാക്കുന്ന, ആ മനസ്സിലാക്കി അതിനുശേഷം അതിന് നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യവും സമാധാനവും നൽകുന്ന ശക്തിയുണ്ട്. അവന്റെ നിലാവിൽ നിന്നൊഴുകുന്ന ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും ഇതാ ഇന്ന് നിനക്ക് ആശ്വാസം നൽകുന്നതാണ്, ഇന്ന് വീണ്ടെടുക്കുന്നതാണ്. നിന്റെ മേൽ ചൊരിയുന്ന അവിടുത്തെ കാരുണ്യമാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അനുഭവിക്കുന്ന എന്റെ ജീവിതാവസ്ഥയെ, ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ക്ലേശങ്ങളെ ഞാൻ നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവേ. എന്റെ ഭവനത്തെ ഞാൻ കാണുന്നു, എന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഞാൻ കാണുന്നു കർത്താവേ. കുടുംബാംഗങ്ങളെ പൂർണ്ണമായി അർപ്പിക്കുന്നു. പക്ഷെ ഓരോരുത്തരുടെയും ഉള്ളകളിൽ
എന്റെ ഭവനത്തിലെ എന്റെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് കർത്താവേ. എന്റെ ഹൃദയത്തിലുണ്ട് കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ മേൽ അനുകമ്പയുള്ള ആർദ്രതയുള്ള അവിടുത്തെ ഹൃദയം, ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കൃപ ചൊരിയണമേ. ഏതൊരു പ്രാർത്ഥനയാണോ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ ഉയരുന്നത്, അതൊരു സൗഖ്യത്തിനതാണെങ്കിൽ കർത്താവ് നീ സൗഖ്യം നൽകുക. ഈശോ, അത് എന്റെ കുടുംബത്തിലെ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികളാണെങ്കിൽ അതിനെ നീ ഒന്ന് ശമിപ്പിക്കുക. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരിക. എന്റെ മകന്റെയും മകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠയാണെങ്കിൽ കർത്താവ് ഈ സമയം അവിടുന്ന് ഇടപെടണേ. ഒരുപക്ഷെ ഈ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഉത്തരം നൽകുന്നതായിരിക്കും. കാരണം ഞാൻ അവിടുത്തെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന അവിടുത്തെ കരുണയെ, അവിടുത്തെ ഹൃദയത്തിൽ നൽകുന്ന സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ ഞാൻ അനുഗ്രഹിക്കണം. ഈ മണിക്കൂറിൽ എനിക്ക് നൽകാനുള്ളത് ഇതാ എന്റെ ഹൃദയമാണ് കർത്താവേ. ആദ്യത്തെ സെഷനിൽ ഞാനിതാ എന്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടുകൂടെ, ക്ഷമിക്കുന്ന സ്നേഹത്തോടുകൂടെ ഞാൻ അങ്ങയോട് യാചിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഒന്ന് ചേർന്ന് പറയാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അങ്ങോട്ടുകൂടെ സ്തുതി കൊടുത്തുന്നിരിക്കാം. ഒരു ചിന്ത കൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എവിടെയൊക്കെ ഈശോയെ കുറിച്ച് പറയുമ്പോഴും എന്റെ പേരിനറ്റത്തൊരു അഗസ്റ്റിൻ എന്നൊരു വാക്കുണ്ട്. രാജു അഗസ്റ്റിൻ എന്നാണ് എന്റെ പേര്. അഗസ്റ്റിനെ കുറിച്ച് പറയാണ്ട് എനിക്ക് പറ്റില്ല. അഗസ്റ്റിൻ ആ വാക്ക് എപ്പോഴും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസിന്റെ ദ കൺഫെഷൻ അത് വായിച്ചതുകൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ധ്യാനിച്ചതുകൊണ്ടുമാണ്. ആ ധ്യാനത്തിൽ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം മുതൽ ആ പുസ്തകം എഴുതുമ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, ആദ്യകാലങ്ങളിൽ കേട്ടോ, ആദ്യകാലങ്ങളിൽ എന്റെ ഹൃദയം ഒരുപാട് പ്രണയം കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അഗസ്റ്റിൻ പറയുന്നു, എന്റെ കർത്താവേ, നിന്റെ സ്നേഹത്തെ കുറിച്ച്, വിശാലമായി നിന്റെ ഹൃദയത്തെ കുറിച്ച് അറിയാൻ മാത്രം എന്റെ ഹൃദയം ചുരുങ്ങിപ്പോയി. അതറിയാതിരിക്കാതെ എന്റെ ഹൃദയം മുഴുവൻ എവിടേക്കായിരുന്നു? ഈ ലോകത്തിലേക്കായിരുന്നു. അഗസ്റ്റിൻ പറയുന്നു, പിന്നീട് തിരിച്ചറിഞ്ഞപ്പോ പറയാണ്, അതേ കർത്താവേ, നിന്നിൽ ഇനിയിപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിന്നിൽ വിലയം പ്രാപിക്കുക. ഞാൻ ഈ ലോകത്തിലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വല്ലാതായി പോയി. പക്ഷെ വിശാലമായ നിന്റെ തിരുഹൃദയത്തെക്കുറിച്ച്, നിന്റെ ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. അതിനേക്കാൾ അത്ര വളരെ ചുരുങ്ങിപ്പോയതായിരുന്നു എന്റെ ഹൃദയം. വിശാലമല്ല നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയ വിശാലത എന്നൊക്കെ പറയില്ലേ? ഹൃദയ വിശാലത എന്താണ്? ഹൃദയ വിശാലത സർവ്വതും നൽകുന്നതാണ് ഹൃദയ വിശാലത. ആ ചേട്ടത്തിക്ക് നല്ല ഹൃദയ വിശാലതയാണെന്നൊക്കെ പറയല്ലേ? ഞങ്ങളുടെ നാട്ടില് ഒരു വീട്ടിലെ കുറിച്ച് ഞാനിങ്ങനെ ആൾക്കാർ പറയും, ഞങ്ങളുടെ ഒരു അച്ഛൻ, ഞങ്ങളുടെ സഹോദര വൈദികന്റെ കുടുംബത്തെ കുറിച്ച് ഒരു ദിവസം ഒരു ആള് പറഞ്ഞു കേട്ടാണ്, അദ്ദേഹത്തിന്റെ അമ്മ നല്ല ഹൃദയ വിശാലതയുള്ള അമ്മയാണ്. എല്ലാവർക്കും അത് കൊടുക്കുന്ന ഒരു അമ്മ. വീട്ടിൽ പറമ്പിൽ ചക്കി ഉണ്ടായി കൊടുക്കുന്നു, മാങ്ങ ഉണ്ടായി കൊടുക്കുന്നു, കുട്ടികൾ അതിൽ വരുമ്പോൾ ചാമ്പങ്ങ പറിച്ചു കൊടുക്കുന്നു, വീട്ടിലുള്ള എല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഒരു വിശാലത. അപ്പൊ ഹൃദയ വിശാലത എന്ന് പറയുന്നത് എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരു ഹൃദയമാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയമാണ്. അഗസ്റ്റിൻ പറയുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആരെയാണ് ശരിക്കും മനസ്സിലാകാതിരുന്നത്? നിരന്തരമായി അവന് വേണ്ടി പ്രാർത്ഥിച്ച ആരെ മനസ്സിലായില്ല? അമ്മയുടെ പേരെന്നാ? അമ്മയെ തിരിച്ചറിഞ്ഞില്ല. സ്വന്തം അമ്മ നിരന്തരമായി മകന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്ന അമ്മയെ തിരിച്ചറിയാൻ പറ്റിയില്ല, അമ്മയെ മനസ്സിലാക്കിയില്ല. പിന്നെയാണ് നാട്ടുകാരല്ലേ. സ്വന്തം പ്രസവിച്ച അമ്മയെ മനസ്സിലാക്കിയെങ്കിൽ തന്നെ അഗസ്റ്റിൻ പറയാണ്, അത്രമേൽ ചുരുങ്ങിയതായിരുന്നു എന്റെ ഹൃദയം. അപ്പൊ കർത്താവിന്റെ ഹൃദയം വിശാലതയുള്ള ഹൃദയമാണ്. അഗസ്റ്റിൻ അവസാനം പറഞ്ഞു വെക്കുക ഇങ്ങനെയാണ്, കർത്താവേ,
നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നിന്നിൽ ലയിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. കണ്ട്, നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നിടത്തോളം ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന അവാച്യമായ സ്നേഹം, വിവരിക്കാൻ പറ്റാത്ത, വർണ്ണിക്കാനാകാത്ത ആ സ്നേഹത്തെ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഞാൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും യേശുവിന്റെ ഹൃദയത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകുമോ? നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് ഉത്കണ്ഠയുണ്ടാകുമോ? ഒരു ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകുമോ? പ്രധാനപ്പെട്ട കാര്യം ഇതാണല്ലോ, റൊട്ടി കപ്പട മക്കാൻ അല്ലേ, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ മൂന്നിന് പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകില്ലെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ബേസിക് നീഡ്സ് ആണ്. പിന്നീടാണ് ബാക്കിയുള്ള ആഗ്രഹങ്ങൾ അല്ലേ. ആ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പല, വലിയ വീട് കെട്ടണം, അല്ലെങ്കിൽ മകളുടെ വിവാഹം എന്നെ പ്രൗഢിയോടുകൂടി നടത്തണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകണം, വലിയ 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 ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാം ആവശ്യമാണ്, മനുഷ്യന്റെ ആവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന്റെ ഹൃദയത്തെ കുറിച്ച് മനസ്സിലാക്കുക. അഗസ്ത്യൻ പറയുന്നുണ്ട്, ഞാൻ അത്രമാത്രം ചെറിയവനായിപ്പോയി, കുറിയതായിപ്പോയി. ഇത്രയും പാണ്ഡിത്യമുള്ള മനുഷ്യൻ പറയുന്നു, അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കാനായിട്ട്, ആ വിശാലതയെ മനസ്സിലാക്കാൻ പറ്റാതെ എന്റെ ഹൃദയം ചുരുങ്ങിപ്പോയെന്നതിനെ കുറിച്ച് ഓർത്ത് ഞാൻ വിലപിക്കുന്നു. ഹല്ലേലൂയ പറയാമോ? യേശുവേ നന്ദി, ദൈവമേ സ്തുതി. നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തും. അവന്റെ നാസാരണങ്ങളിലേക്ക് അതിനുശേഷം അവിടുന്ന് ശ്വാസം അയച്ചു. അങ്ങനെ അവൻ ഒരു കേവലം സൃഷ്ടിയല്ല, ദൈവത്തിന്റെ ശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ്. ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന ദൈവത്തിന്റെ ശ്വാസമാണ്. നമ്മിൽ എല്ലാവരിലും ദൈവാംശമുണ്ട്. ആ ദൈവാംശത്തെ പുറത്ത് കാണിക്കാനായിട്ട്, പ്രകടിപ്പിക്കാനായിട്ട് കർത്താവ് കാണിച്ച ഒരു അടയാളമാണ് കർത്താവിന്റെ മുറിപ്പെട്ട ഹൃദയം. അതൊരു അടയാളമാണ്. നമുക്കറിയാം, നമ്മൾ ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട്, ശരിയാണ്. ദൈവത്തിന്റെ ശ്വാസമാണ് ഉള്ളിലേക്ക് വരുന്നതൊക്കെ നമുക്കറിയാം. അവിടുത്തെ ശ്വാസമാണ്, ദൈവമാണ് ശ്വാസം. ആ ശ്വാസം നിലച്ചാൽ ഇല്ല. പക്ഷേ എന്നിട്ടും നമുക്ക് ബോധ്യമില്ല. ബോധ്യപ്പെടാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്ന മനോഹരമായ ഒരു അടയാളം, വളരെ ശക്തമായൊരു അടയാളമാണ് ക്രിസ്തുവിന്റെ ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, ആ ഹൃദയത്തിന്റെ വേദനയിൽ എപ്പോഴും കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മോട് ചോദിക്കുന്നു. തിരുവചനത്തില് സങ്കടത്തോടുകൂടി കർത്താവ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ ചോദ്യം മനുഷ്യനോട് ചോദിച്ചു, നീ എവിടെയാണ്? നമ്മളെല്ലാവരും, അമ്മമാരൊക്കെ വീട്ടിൽ വിളിക്കും. എന്റെ അമ്മച്ചി മരിക്കും വരെ അമ്മ വിളിച്ച് ചോദിക്കുന്നത്, എപ്പോ ചോദിച്ചാൽ നീ എവിടെയാ, ഫോൺ എടുത്ത ഉടൻ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളോടൊക്കെ ചോദിക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ടവർ ആരും ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ ഇരിക്കുന്നു, എവിടെയാണ് ഉള്ളത്, ഞാൻ ബസ്സിലാണോ, എവിടെയാണെന്ന് ചോദിക്കാതെ ഏത് സ്ഥലത്താണ്? ദൈവമായ കർത്താവ് ഇപ്പോഴും ചോദിക്കുന്നത് അതാണ് നമ്മോട്, നിങ്ങൾ എവിടെയാണ്, നിന്റെ ഹൃദയം എവിടെയാണ്? പറയില്ലേ, നിന്റെ ഹൃദയം എവിടെയാ, അവിടെയാണ് നിന്റെ നിക്ഷേപം അല്ലെ. നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ, ഒരുപാട് ഭൗതിക കാര്യങ്ങൾ നിറച്ചിരിക്കുകയാണ്. പക്ഷേ കർത്താവ്, നിന്റെ ഹൃദയം എവിടെയാ, നിന്റെ ഹൃദയം എവിടെ? അത് എനിക്കുള്ളതല്ലേ, അതിനുവേണ്ടിയല്ലേ ഞാൻ എന്റെ മാറിടം പിളർക്കപ്പെട്ടത്, എന്റെ ഹൃദയം പിളർക്കപ്പെട്ടത്. ഹല്ലേലൂയ. എന്നാൽ ഇപ്രകാരം ശ്വാസം നൽകിയ കർത്താവ് ഉൽപ്പത്തി 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നു, അതെ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത പെരുകി വരുന്നത് കർത്താവ് കണ്ടു. ദുഷ്ടത അങ്ങോട്ടാണ് നമ്മൾ കാണുന്നത്. അവൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ഖേദിച്ചു. അവന്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതാണെന്ന് അവിടുന്ന് കണ്ടു. അപ്പൊ ചിന്തയും ഭാവനയും എവിടെയാ വരുന്നത്? ഹൃദയത്തിലാണ് വരുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് ചിന്തയും ഭാവനയും വരുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എന്തായിരുന്നു? കർത്താവിന്റെ ചിന്ത എപ്പോഴും നമ്മോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ചിന്ത നമ്മോട് കൂടെയായിരുന്നു. അതുകൊണ്ട് ഈശോ വരുന്നതിനേക്കാൾ മുൻപായിട്ട് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറയുന്നു, സകലരെയും അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുക അല്ലേ. ഇതാ ഇവൻ രക്ഷകൻ, മിശിഹ എന്ന് വിളിക്കപ്പെടും. എന്റെ ആട്ടിടയന്മാർക്ക് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? ആട്ടിടയന്മാർ പറഞ്ഞു, നിങ്ങൾ പോയി സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ആ സന്തോഷത്തിന്റെ സദ്വാർത്ത ഇതാണ് നമ്മൾ ആദ്യം മുതലേ അവസാനം വരെയും പഠിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനും പറയാനുള്ളത് എന്തായിരുന്നു? സങ്കടപ്പെട്ട ഒരു സ്ത്രീയോട് പറഞ്ഞാൽ, ആരായിരുന്നു സങ്കടപ്പെട്ട സ്ത്രീ? ഈശോയെ കാണാൻ വേണ്ടി വന്നത് ആ കല്ലറയ്ക്കരികിൽ. അവളോട് എന്താ പറഞ്ഞേ? എന്തിനാ കരയുന്നേ?
കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക. ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതാവസ്ഥകൾ ഇതൊക്കെ. ഭയപ്പെടേണ്ട, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. ഇതൊക്കെയാണ് കർത്താവ് പറഞ്ഞു തരുന്നത്. അപ്പോ ദൈവം ദുഃഖിക്കുന്നത് അവിടുന്ന് നമ്മെ ഇത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് ആണെന്ന് ഫ്രാൻസിസ് പാപ്പ എഴുതി വെച്ചു. എന്താണ് ദൈവം ദുഃഖിക്കുന്നത്? ഉൽപ്പത്തിയിൽ ദൈവം ദുഃഖിച്ചല്ലേ? എന്താണ്? മനുഷ്യന്റെ ക്രൂരത വർദ്ധിക്കുന്നത് കണ്ട്, മനുഷ്യന്റെ ചിന്തയിലും ഭാവനയിലും ദുഷ്ടിച്ചതാണ് എന്നത് കണ്ടതുകൊണ്ട് ദൈവം ദുഃഖിച്ചെന്ന് പറയുക. ഒരു നിമിഷം വലത് കൈ ഉയർത്തിയാട്ടെ, ഇടത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ഒരു നിമിഷം ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചതാണെന്ന് കണ്ടതുകൊണ്ട് അവിടുന്ന് ദുഃഖിച്ചെങ്കിൽ, ഇന്ന് പ്രിയ സഹോദര സഹോദരി, നിന്നെ കുറിച്ചോർത്ത് കർത്താവ് ദുഃഖിക്കുമോ സന്തോഷിക്കുമോ? നിന്റെ ഹൃദയത്തിലെ ഭാവനയും ചിന്തയും എന്താണെന്ന് നോക്കാം. സന്തോഷിക്കുമെങ്കിൽ തീർച്ചയായും അവന്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. അവിടുന്ന് ദുഃഖിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ സമയം കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ഇതാ നിന്റെ കയ്യിൽ തരുന്നു. കർത്താവേ, ഈശോ, എന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ഞാൻ നിനക്ക് നൽകുന്നു. അതേ, ദൈവം ദുഃഖിക്കുന്നത് അവിടുന്ന് എന്റെ മേൽ അത്രമാത്രം സ്നേഹിക്കുന്നത് എന്നതുകൊണ്ടാണെന്നും ആ സ്നേഹമുള്ള ഹൃദയത്തിന് മാത്രമേ മുറിവേൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. സ്നേഹമുള്ള ഹൃദയത്തിന് മാത്രമേ ദുഃഖം ഉണ്ടാവുള്ളൂ. നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ നമ്മെ കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നാ? നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മെ സ്നേഹിക്കാത്തവർ നമ്മെ കുറിച്ച് ദുഃഖിക്കോ? പറഞ്ഞാട്ടെ. നമ്മെ സ്നേഹിക്കാത്തവരാരും നമ്മെ കുറിച്ച് ദുഃഖിക്കില്ല. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നാ? അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ ഹൃദയം മുറിവേറ്റിട്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്നാ? ദൈവം എന്നിട്ടും നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ പറയാമോ? വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ മനുഷ്യ ഹൃദയത്തെ തേടിയുള്ള ദൈവത്തിന്റെ അലച്ചിൽ നമുക്ക് കാണാൻ പറ്റും. എന്തിനെ തേടിയാണ്? മനുഷ്യ ഹൃദയത്തെ തേടി. അപ്പൊ നമുക്ക് നോക്കാം. അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോ അബ്രാഹത്തിന് ദൈവം എന്താ കണ്ടേ? അവന്റെ ഹൃദയത്തിൽ എന്താ കണ്ടേ? വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. അബ്രാഹത്തിൽ ദൈവം കണ്ട ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് എന്താണ്? വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയത്തെ അബ്രാഹത്തിൽ കണ്ടു. അവന്റെ പ്രായം കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടും സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും അവൻ വിശ്വസിച്ചെന്ന് പറയുന്നത്. അപ്പൊ അബ്രാഹത്തിൽ ദൈവം കണ്ടെത്തിയത് വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയിൽ ദൈവം കണ്ടത് എന്തായിരുന്നു? മോശയിൽ അനുസരിക്കാൻ മടിയില്ലാത്തൊരു ഹൃദയം. അവൻ റെഡിയായിരുന്നു, അനുസരിക്കാൻ തയ്യാറായിരുന്നു. മോശയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോ മോശ പോയി, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോ മോശ പോയി, അല്ലേ? മോശയെ കാണുന്നത് അവൻ അനുസരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമാണ്. നമ്മൾ അനുസരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമാണെന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവിനെ ആരാധന. ഇനി മൂന്നാമതായിട്ട് വിശ്വാസം, അനുസരണം. മൂന്നാമത്തെ ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനുണ്ട്, അത് ദാവീദിലാണ്. ദാവീദിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു? ഒരു ക്ലൂ തരാം. ക്ലൂ 51 സങ്കീർത്തനമാണ്. 51 സങ്കീർത്തനം. അനുതപിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം. ഹല്ലേലൂയ. ദൈവം ഹൃദയത്തെ തേടുകയാണ്. ഈശോയുടെ ഹൃദയം കാണിച്ചുകൊണ്ട് ഹൃദയത്തെ തേടുകയാണ്. വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമുണ്ടോ? അനുസരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമുണ്ടോ? അടുത്തതായിട്ട് അനുതപിക്കാൻ തയ്യാറുള്ള ഹൃദയമുണ്ടോ? ഹല്ലേലൂയ പറയാമോ? അനുതപിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം. നമ്മുടെ ഹൃദയം തയ്യാറാണോ അനുതപിക്കാൻ? അതുകൊണ്ട് ദാവീദിനെ കുറിച്ച് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യം, എന്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്റെ ഹൃദയത്തിന്, ദൈവത്തിന്റെ വചനം പറയാണ്, എന്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അത് ദാവീദിന്റെ ഹൃദയമാണെന്ന് പറയുന്നത്. ദാവീദിന്റെ ഹൃദയം എന്താണ്? അനുതപിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമായിരുന്നു. എന്തെല്ലാം ദ്രോഹപ്രവൃത്തിയിലൂടെ കടന്നുപോയി. ഒറ്റ വാക്യം, ഒരു ഭാഗത്ത് തന്നെ 3 കൽപ്പനകൾ ലംഘിച്ചവനാവൻ. കൊലപാതകം, വ്യഭിചാരം, അന്യന്റെ ഭാര്യയെ 3 പ്രമാണങ്ങൾ ലംഘിച്ചവനാണ്. ആ 3 പ്രമാണങ്ങൾ ലംഘിച്ചവൻ അനുതപിക്കാൻ തയ്യാറായുള്ളപ്പോൾ അവനെ കർത്താവ് ഉയർത്തുകയാണ്. ഹല്ലേലൂയ പറയാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് നമ്മൾ പാടുന്നത് അല്ലേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. 51 സങ്കീർത്തനത്തിലൂടെ നമ്മൾ പാടുന്നതാണ്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണം.
അത് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതൊക്കെ ഈ അനുതപിക്കുന്ന ഹൃദയത്തെയാണ്. അഹങ്കരിക്കുന്ന ഹൃദയത്തെ കർത്താവ് നോക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല. ഉള്ളിൽ ധാർഷ്ട്യവും അഹങ്കാരവും മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഹൃദയത്തെയും കർത്താവ് നോക്കത്തില്ല. അതിനേക്കാൾ ഉപരിയായി നീ ഇപ്പോൾ എവിടെയായിരുന്നാലും നീ അനുതപിക്കാൻ തയ്യാറാണോ, ആ അനുതപിക്കുന്ന ഹൃദയത്തെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ പറയാമോ? അതുകൊണ്ട് പറയുന്നുണ്ടല്ലേ സങ്കീർത്തനം 51-ാം 17-ാം വാക്യത്തിൽ പറയുന്നു, അനുതാപമാർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. അനുതപിക്കുന്ന ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ഹല്ലേലൂയ പറയാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഈശോ പഠിപ്പിച്ചാണ് കേട്ടോ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് പഠിക്കണം. കണ്ടോ, ഈശോയുടെ ഹൃദയത്തെ പഠിക്കാനായി പറയുന്നു. ഈശോയുടെ ഹൃദയത്തെ പഠിച്ചാൽ ഈ ആരാധനയിലും ഈ പരിശുദ്ധ കുർബാനയിലും കർത്താവ് കൃപ നൽകും, ഉറപ്പാണ്. ഹെബ്രായർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം ഓർമ്മപ്പെടുത്തുന്നതാണ്, ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ രക്തം നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന, അല്ലെങ്കിൽ പ്രതികാരത്തിന് നിലവിളിക്കുന്ന ആബേൽ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ കാരുണ്യത്തിന് രക്തമൊഴുകുന്ന ക്രിസ്തു. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കാരുണ്യത്തോടുകൂടി നോക്കണം. നമ്മെ വേദനിപ്പിച്ചവരെ, മുറിപ്പെടുത്തിയവരെ, നമ്മെ സങ്കടപ്പെടുത്തിയവരെ, നമ്മുടെ ജീവിതാവസ്ഥകളെ കാരുണ്യത്തോട് നോക്കണം. രോഗപീഡയെ കാരുണ്യത്തോട് നോക്കണം. എല്ലാം കർത്താവിനെ അറിയാം. ആ ഹൃദയത്തോട് ചേർത്ത് അവന്റെ ഹൃദയത്തിൽ നമ്മൾ പഠിച്ചാൽ, അവിടത്തോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവ കരുണയുടെ ഛായാചിത്രം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവത്തിന്റെ കാരുണ്യം. എന്നിട്ട് ഫൗസ്തീനയോട് പറഞ്ഞതാണ്, നീ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിൽ ക്രിസ്തു നിന്നെ കാത്തിരിപ്പുണ്ട്. കണ്ടോ, കാരുണ്യത്തിന്റെ കുമ്പസാരം എല്ലാവരോടും അനുദപിക്കാനായിട്ട് ഒരു ആഹ്വാനമാണ്. ഇത് സ്നേഹത്തിലേക്കുള്ള ആഹ്വാനം, അപ്പുറത്ത് കരുണയുടെ കുമ്പസാരക്കൂട്ടിലേക്കുള്ള ആഹ്വാനം. രണ്ടും ഒരുപോലെ തന്നെ ദൈവത്തിന്റെ ആർദ്രമായ സ്നേഹം വെളിപ്പെടുത്തപ്പെടുന്ന കർത്താവിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന നീർച്ചാലിലേക്കാണ്. രണ്ട് കളറുകളിലുള്ള സ്രോതസ്, ജീവന്റെ സ്രോതസ് അല്ലേ. ആ രക്തം കാരുണ്യത്തെക്കുറിച്ചും ആ വെള്ളം പുതുജീവനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ പറയാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. കർത്താവിനെ കണ്ടവനെ കർത്താവ് കണ്ടു. യേശുവിനെ നോക്കിയവനെ കേട്ടോ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. യേശുവിനെ നോക്കിയവർ യേശുവിനെ കണ്ടു. യേശുവിനെ വിളിച്ചവരെ യേശു കേട്ടു. യേശുവിനെ തൊട്ടവരെ യേശു തൊട്ടു. രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ തൊട്ടത് ഒരുപാട് പേരാണ്, എന്നാൽ വിശ്വാസത്തോടെ തൊട്ടത് ഒരാൾ മാത്രമാണ്. കൂന് പിടിച്ച സ്ത്രീ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നോക്കണേ, എല്ലാ പ്രാവശ്യവും അവൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈശോ ഉണ്ട് അവിടെ. 3 വർഷം ഈശോ ഉണ്ടായിരുന്നു. പക്ഷെ ഈശോയും അവളെ കണ്ടില്ല, അവള് ഈശോയും കണ്ടില്ല. എന്നാൽ ഒരു സമയത്ത് കണ്ടപ്പോൾ ആ കണ്ട മാത്രം ഈശോ പറഞ്ഞു, ഇവളും അബ്രഹാത്തിന്റെ പുത്രിയാണ്. കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ കർത്താവ് പറഞ്ഞു തരുന്ന അവിടുത്തെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക്, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും, അവർ തിരുഹൃദയത്തെ ഭക്തിപൂർവ്വം വണങ്ങുന്ന കുടുംബങ്ങൾക്ക് 12 വാഗ്ദാനങ്ങൾ അവിടുന്ന് നൽകുന്നുണ്ട്. ഒന്ന്, അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ എല്ലാ കൃപകളും ഞാൻ അവർക്ക് നൽകും. അവിടുത്തെ തിരുഹൃദയത്തെ വണങ്ങുന്ന ഓരോ വ്യക്തിക്കും ജീവിതാന്തസ്സിന് ചേർന്ന കൃപകൾ നൽകി. ഈ സമയം ഇവിടെ മക്കളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. വിവാഹം നടക്കാത്ത, അല്ലെങ്കിൽ ജോലി ലഭിക്കാത്ത, ഇപ്പോൾ ഏത് പഠനമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏത് പരീക്ഷയാണ്, നാളെ നീറ്റ് പരീക്ഷ നടക്കുകയാണ്, നമ്മുടെ മക്കള് പലരും പരീക്ഷ എഴുതുന്നുണ്ടായിരിക്കാം, അതിനവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നൊരു ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം. എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ജീവിതാന്തസ്സിന് ചേർന്ന് എല്ലാ കൃപകളും നൽകും. ഉള്ളിൽ പറയണം, കർത്താവ് നിന്റെ തിരുഹൃദയത്തിൽ എന്റെ ആശ്രയം ഞാൻ കണ്ടെത്തുന്നു. അവരുടെ ഭവനങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. 2ാമത്തെ കൃപയാണ്. സമാധാനമില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, കർത്താവേ നീ എന്റെ കുടുംബത്തിൽ രാജാവാകണം, എന്റെ കുടുംബത്തിൽ സമാധാനം നീ തരണം. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഏതെല്ലാം കഷ്ടപ്പാടിൽ കടന്നുപോയാലും ആശ്വാസദായകനായവനം വരും. 3ാമത്തെ കാര്യമാണ്. 4ാമതായി പറയുന്നു, ജീവിതത്തിലും അതിലുപരി മരണസമയത്തും ഞാൻ അവരുടെ സുരക്ഷിതമായ
അഭയ കേന്ദ്രമായിരിക്കും. നമ്മൾ പാടിയല്ലോ, എന്നേശുവേ എൻ രക്ഷക, നീ അല്ലാതില്ലാരും, എന്നേശു മാത്രം മതി എനിക്ക് ഏതു നേരത്തും, നീ മാർവിടമാണ് എനിക്ക് ആശ്രയം. എല്ലാ സമയത്തും കർത്താവ് ആശ്രയം. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചോട്ടോ. എല്ലാ സംരംഭങ്ങളെയും ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഓർക്കാം, നമ്മുടെ ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ഈ ഒരു വലിയ വാഗ്ദാനം നമ്മോടൊപ്പമുണ്ട്. നീ ഏതൊരു ഷോപ്പ് നടത്തിയാലും, നീ ഒരു വ്യാപാരം നടത്തിയാലും, ബിസിനസ് ആയാലും, നിന്റെ വാഹനമായാലും, നീ ആയിരിക്കുന്നിട എവിടെയാണെങ്കിലും, സ്കൂൾ ആയാലും ഒരു കോളേജ് ആയാലും, എവിടെയാണെങ്കിലും തിരുഹൃദയം അടക്കമുള്ള എല്ലാ സംരംഭങ്ങളെയും കർത്താവ് സംരക്ഷിക്കുന്നു, അനുഗ്രഹിക്കും. വീണ്ടും പറയുന്നു, പാപികൾക്ക് എന്റെ ഹൃദയത്തിൽ കരുണയുടെ ഉറവിടവും അനന്തമായ സമുദ്രവും കണ്ടെത്താനാകും. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. ഏതൊരവസ്ഥയിലൂടെ നമ്മൾ തെറ്റായ വഴിയിലൂടെ കടന്നുപോയാലും ഈ സമയം തിരിച്ചു വരാനും അവിടുത്തെ കരുണ സമൃദ്ധമായി അനുഭവിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. പറയുന്നു, മന്ദതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരാക്കും. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മന്ദമായി പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു ദിവസത്തെ നൊവേന ചൊല്ലുക. എന്നാൽ ഇവിടെ മാർഗരറ്റ് മേരി അലക്കൊക്കിലൂടെ പറയുന്നു, മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരായിത്തീരും. കണ്ണുകളടയ്ക്കാൻ. തീക്ഷ്ണതയുള്ള ആത്മാക്കൾക്ക് അതിവേഗം ഉന്നതമായ പരിപൂർണതയിലേക്ക് ഉയരും. വീണ്ടും പറയുന്നു, തിരുഹൃദയ ചിത്രം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന എല്ലാ സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. വീണ്ടും പറയുന്നു, കഠിന ഹൃദയങ്ങളെ പോലും സ്പർശിക്കാനുള്ള വരം ഞാൻ അവർക്ക് നൽകും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും. താങ്ക് യു ലോർഡ്. അടുത്ത് പറയുന്നു, തിരുഹൃദയത്തെ പങ്കുവെക്കുന്നവരുടെ പേര് കർത്താവിന്റെ ഹൃദയത്തിൽ ചേർക്കപ്പെടും. ഒരു മഹത്തായ വാഗ്ദാനം. ഒന്ന് സ്തുതിക്കാൻ, സ്വരം താഴ്ത്തി സ്തുതിച്ചാൽ മതി. കാരണം യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരുടെ ഉള്ളിൽ നിന്ന് വരണം സ്വരം. ഉള്ളിൽ നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ഒരു ചിന്ത ഇതാണ്. അവിടുന്ന് അവരുടെ മേൽ അനുകമ്പ തോന്നി. കണ്ണുകൾ അടയ്ക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചിന്ത ഉള്ളിലേക്ക് എടുക്കും. അവിടുന്ന് അവരുടെ മേൽ അനുകമ്പ തോന്നി. എന്റെ മേൽ അനുകമ്പ തോന്നിയ കർത്താവ്, എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. ഈശോയുടെ ഹൃദയം നിനക്ക് വേണ്ടി, പ്രിയ മകനെ മകളെ, നിനക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തെ നീ അറിഞ്ഞു. എന്റെ ശിരസിലൂടെ കർത്താവിന്റെ രക്തത്തിന്റെ അഭിഷേകത്തിനെ യാചിക്കുക. നിന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും in the name of Jesus cast and bind you out all the evil spirit from this place, the people to the feet of our Lord Jesus Christ, to be bound over unto the second coming of our Lord. You spirits and authority of the children of God, let His people experience the fullness of Jesus' redemption. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിന് യോഗ്യതയാൽ അവിടുത്തെ കുരിശിലെ വിജയത്തിന്റെ ശക്തിയാൽ അവർ നിങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ ശിരസ് മുതൽ പാദം വരെ, പ്രിയ സഹോദര സഹോദരി, എല്ലാ അസ്വസ്ഥതകളെയും തുടച്ചുനീക്കി പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് ശിരസ് മുതൽ പാദം വരെ അവന്റെ രക്തത്തിന്റെ അഭിഷേകത്തിനെ യാചിക്കുന്നു. നീ അവനിൽ ഇപ്പോൾ സമൃദ്ധിയായി, അവന്റെ രക്തത്തിന്റെ അഭിഷേകത്താൽ സമൃദ്ധിയായി നീ ജീവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളെയും യേശുനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നീ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്ന എല്ലാ അസ്വസ്ഥകളും വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ ലൂക്കാ 10:19 വചനത്തിന്റെ അധികാരത്താൽ, യേശുവിന്റെ ആ ശക്തമായ നാമത്താൽ എല്ലാ തടസ്സങ്ങളെയും നിർവീര്യമാക്കുന്നു. നിന്നിലേക്ക് അവിടുത്തെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിന്റെ നിറവിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന